ഫിസിക്സിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത എന്ന് പറയും. ഇങ്ങനെയുള്ള പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തമുണ്ട്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ മാഗ്നറ്റ് അല്ലെങ്കിൽ സ്വാഭാവിക കാന്തം എന്ന് പറയും. അപ്പോൾ ഒരു പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തമാണ് സ്വാഭാവിക കാന്തം. ഇനിയുണ്ട് കൃത്രിമ കാന്തമുണ്ട്. കൃത്രിമ കാന്തം വെച്ചാൽ അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാന്തമാണ് കൃത്രിമ കാന്തം എന്ന് പറയും. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തമാണ് സ്വാഭാവിക കാന്തം. അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാന്തമാണ് കൃത്രിമ കാന്തം എന്ന് പറയും. ഓക്കെ, ഉദാഹരണം ബാർ മാഗ്നറ്റ്, കാന്തസൂചി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, കൃത്രിമ കാന്തമാണ്. അപ്പോൾ കൃത്രിമ കാന്തത്തിന് ഉദാഹരണങ്ങളാണ് ബാർ മാഗ്നറ്റ്, അതുപോലെ തന്നെ കാന്തസൂചി. ഇനിയുണ്ട് കോമ്പസ് എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ചിരിക്കുന്ന കാന്തസൂചിയെ വിളിക്കുന്ന പേരാണ് കോമ്പസ്. അപ്പോൾ എന്താ കോമ്പസ് എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ചിരിക്കുന്ന കാന്തസൂചിയെ വിളിക്കുന്ന പേരാണ് കോമ്പസ്. ഇങ്ങനെയുള്ള ഭൂമി എന്ന് പറഞ്ഞ ഒരു വലിയ കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് വില്യം ഗിൽബർട്ട്. അപ്പോൾ ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയ ആളാണ് വില്യം ഗിൽബർട്ട്. അങ്ങനെ ഒരു കാന്തം എപ്പോഴും നോർത്ത് സൗത്ത് അല്ലെ തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്. അതിന് കാരണം വെച്ചാൽ ഭൂമിയുടെ കാന്തിക സ്വഭാവം കാരണമാണ്. അപ്പോൾ ഒരു കാന്തം എപ്പോഴും ഏത് ഡയറക്ഷനിലായിരിക്കുന്നത്, തെക്ക് വടക്ക് ഡയറക്ഷനിലേ നിൽക്കുള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഭൂമിയുടെ കാന്തിക സ്വഭാവം കാരണമാണ്. അങ്ങനെ കാന്തിക സ്വഭാവം നേടിയെടുക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് കാന്തവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ കാന്തിക സ്വഭാവം നേടിയെടുക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് കാന്തവൽക്കരണം. ഓക്കെ, ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ സ്വാധീനം അല്ലെ ബലം അനുഭവപ്പെടുന്ന മേഖലയുണ്ട്. ആ മേഖലയാണ് കാന്തിക മണ്ഡലം എന്ന് പറയും. അപ്പോൾ ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ ബലം അനുഭവപ്പെടുന്ന മേഖലയുണ്ട്. ആ മേഖലയെ വിളിക്കുന്ന പേരാണ് കാന്തിക മണ്ഡലം. അങ്ങനെ കാന്ത ബലരേഖകൾ നോർത്തിൽ നിന്ന് എപ്പോഴും സൗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കാന്ത ബലരേഖകൾ എപ്പോഴും എവിടെ നിന്ന്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഈ കാന്തത്തിനകത്തുകൂടി ഈ മാഗ്നറ്റിക് ലൈൻസ് പോകുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അപ്പോൾ കാന്ത ബലരേഖകൾ എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. കാന്തത്തിനകത്തുകൂടിയാകുമ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ കാന്ത ബലരേഖകൾ ഏറ്റവും കൂടുതലുള്ളത് ഒരു കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും. അപ്പോൾ കാന്ത ബലരേഖകൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ കാന്തത്തിൻ്റെ പോൾസിൽ അല്ലെങ്കിൽ അതിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും. ഓക്കെ, ഇനിയുണ്ട് കാന്തിക ബലരേഖകൾ. അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്തിക ബലരേഖകൾ. ഓക്കെ, അപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ എന്ന് പറയും. ഇങ്ങനെയുള്ള യൂണിറ്റ് പരപ്പളവിൽ കാണുന്ന ബലരേഖകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയും. അപ്പോൾ യൂണിറ്റ് പരപ്പളവിൽ കാണപ്പെടുന്ന ബലരേഖകളുടെ എണ്ണമാണ് അതിൻ്റെ ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയും, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും. അങ്ങനെ ഓക്കെ, അങ്ങനെയുള്ള ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളതും കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും. അപ്പോൾ ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ധ്രുവങ്ങളിലായിരിക്കും. യൂണിറ്റ് പരപ്പളവിൽ കാണുന്ന ബലരേഖകളുടെ എണ്ണമാണ് ഫ്ലക്സ് സാന്ദ്രത. ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ധ്രുവങ്ങളിലായിരിക്കും. അങ്ങനെ കാന്തത്തിൻ്റെ ഈ സജാതീയ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ചാർജുകൾ, സജാതീയ ചാർജുകൾ പരസ്പരം വികർഷിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങളും പരസ്പരം എന്ത് ചെയ്യും, വികർഷിക്കുന്നു. കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കും. അങ്ങനെ ഒരു കാന്തത്തിൻ്റെ സ്വാധീനം മൂലം ഒരു കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയുണ്ട്. അതാണ് കാന്തിക പ്രേരണം എന്ന് പറയും. ഒരു കാന്തത്തിൻ്റെ സ്വാധീനം മൂലം ഒരു കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയാണ് കാന്തിക പ്രേരണം. അങ്ങനെ കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളുണ്ട്, ആകർഷിക്കാത്ത വസ്തുക്കളുണ്ട്. കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കാന്തിക വസ്തുക്കൾ. അങ്ങനെ ഒരു കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ വിളിക്കുന്ന പേരാണ് പ്രേരിത കാന്തിക ശക്തി എന്ന് പറയും. അപ്പോൾ കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയാണ് പ്രേരിത കാന്തിക ശക്തി എന്ന് പറയും. അങ്ങനെ ഒരു കാന്തിക വസ്തുവിൻ്റെ സ്വാധീനം മൂലം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുവിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ വശകത എന്ന് പറയും. അപ്പോൾ ഒരു കാന്തിക വസ്തുവിൻ്റെ സ്വാധീനം മൂലം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുവിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ വശകത എന്ന് പറയും. ഇങ്ങനെ ലഭിച്ച കാന്തശക്തിയെ നിലനിർത്താനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയും.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലഭിച്ച കാന്തശക്തിയെ നിലനിർത്താനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി. അങ്ങനെയുള്ള വശകത ഏറ്റവും കൂടിയത് പച്ചിരുമ്പിനും റിറ്റൻറ്റിവിറ്റി ഏറ്റവും കൂടിയത് ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീലിനുമായിരിക്കും. അപ്പോൾ വശകത ഏറ്റവും കൂടിയത് പച്ചിരുമ്പിനും റിറ്റൻറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഉരുക്കിനുമായിരിക്കും. ഓക്കെ, ഇനിയുണ്ട് പെർമേബിലിറ്റി എന്ന് പറയും. അതായത് കാന്തിക ബലരേഖകളെ അതിനുള്ളിലേക്ക് കടത്തിവിടാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. ഓക്കെ, അങ്ങനെ ഒരു വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിന് 3 മാർഗങ്ങളാണ്. ഒന്ന്, ഈ അതിലെ അതിന് ചുറ്റുമുള്ള കമ്പിച്ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. രണ്ടാമത്, കോറിൻ്റെ ഛേദതല പരപ്പളവ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഛേദതല വിസ്തീർണം വർദ്ധിപ്പിക്കുക. മൂന്നാമത്, വൈദ്യുത പ്രവാഹ ശക്തി വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഒരു വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന മാർഗ്ഗങ്ങൾ 3. ഒന്നാമത്തെ, കമ്പിച്ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, കോറിൻ്റെ ഛേദതല പരപ്പളവ് വർദ്ധിപ്പിക്കുക, വൈദ്യുത പ്രവാഹ ശക്തി വർദ്ധിപ്പിക്കുക എന്നീ 3 മാർഗ്ഗങ്ങളിലൂടെ ഒരു വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്.